ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ട്രിപ്പ് വ്ളോഗിന്റെ പാർട്ട് 2 ആണ്. കുറെ നാൾക്ക് ശേഷം സൈക്കിളോട്ടുണ്ട്. സൈക്കിൾ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ സൈക്കിളോട്ട് ക്ഷീണിച്ചിരിക്കുമ്പോ റോക്സഞ്ചേട്ടൻ 2 പേർക്ക് ചവിട്ടാൻ പറ്റുന്ന സൈക്കിള് ചവിട്ടിക്കൊണ്ട് വന്നു. ഇങ്ങനത്തെ സൈക്കിള് ഞാൻ ആകെ CID മൂസിൽ മാത്രം കണ്ടിട്ടുള്ളൂ. സൈക്കിളോട്ട് കഴിഞ്ഞ് നേരെ വന്നേക്കുന്നത് പ്ലേ സോൺ ഏരിയയിലേക്കാണ്. ഇവിടെ ഓരോരുത്തര് ഓരോ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേടാ ഈ ഒക്കടയിൽ ഇങ്ങനെ ചേടി നടക്കുന്ന 1.5 ചാണിന്റെ പിസ്റ്റളല്ല, ഗണ്ണ്, നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. നമ്മുടെ കപ്പേരി ഷിബിൻ ചേട്ടന് ഇത്ര ഹൈപ്പ് കൊടുത്തിട്ടും ഒരു ബലൂൺ പോലും പൊട്ടിച്ചില്ലട്ടാ. എന്റെ ആ സങ്കടം മാറ്റാൻ വേണ്ടി ലിയോൺ ചേട്ടൻ തോക്കും പിടിച്ചപ്പോ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി പൊട്ടിക്കൊന്ന്. അവിടെ ഒന്നും സംഭവിച്ചില്ല. എങ്ങനെ വേണം ചെയ്യാൻ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് സോളമൻ ചേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടും റെയിമോളിച്ച് പറഞ്ഞത് അതിനുശേഷം റോക്സൻ ചേട്ടൻ വന്നു. പുള്ളി ഏകദേശം കൊള്ളിച്ചു. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ചെയ്തത് സോളമൻ ചേട്ടനാണ്. ദേ കണ്ടില്ലേ, അവിടുത്തെ എല്ലാ ആക്ടിവിറ്റിയും കഴിഞ്ഞ് നേരെ വന്നിരിക്കുന്നത് പെഡൽ ബോട്ടിങ്ങിലേക്കാണ്. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. റോക്സൻ ചേട്ടനും റൈനോ ചേട്ടനും കൂടി ചവിട്ടുന്നു. ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ എത്തുന്നു. പിന്നെയും ചവിട്ടുന്നു. തുടങ്ങിയെടുത്ത് തന്നെ പിന്നെയും എത്തുന്നു. ഇത് തന്നെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ബോട്ടിലേക്ക് കയറുന്ന മുമ്പ് നമുക്ക് മീൻ ഫുഡ് വാങ്ങാൻ പറ്റും. ആ ഫുഡാണ് ഇപ്പൊ റെയിമോളേച്ചി കൊടുത്തോണ്ടിരിക്കുന്നത്. പെഡൽ ബോട്ടിംഗ് എന്ന നാടകം അവസാനിപ്പിച്ച ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു കൊറഗൽ ബോട്ട് റൈഡ്. ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോടാ? നാട്ടിലും വീട്ടിലും ടൂർ പോയ സ്ഥലത്തും പണിയെടുക്കുന്ന റോക്സൻ ചേട്ടനെ നിങ്ങളാരും കാണാതെ പോകരുത്. തുഴഞ്ഞ് ഞങ്ങൾ മരച്ചില്ലകളുടെ ഇടയിലെ കൂടിയൊക്കെ ആയിരുന്നു പോയത്. ഒരു ഫൺ റൈഡ് ആണ്. അങ്ങനെ ബോട്ടിംഗ് പരിപാടിയിലാണ് കഴിഞ്ഞ് ഞാൻ വന്നപ്പോ ഷിബിൻ ചേട്ടൻ എനിക്ക് ഒരു ചോക്കോബാർ വാങ്ങിച്ചു തന്നു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പൂളിലേക്ക് ചാടുക. അതായിരുന്നു റോയിച്ചേട്ടൻ നീന്തിക്കോ, ഞാൻ എഫക്ട് ഇട്ടരാന്ന് പറഞ്ഞ് പുള്ളിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണോ നിങ്ങൾ ഇപ്പൊ കണ്ടത്. പൂളിലെ പരിപാടി ഇനി നേരെ വന്നിരിക്കുന്നത് 12D സിനിമ കാണാനാണ്. എന്റെ തൊട്ടിപ്പുറത്ത് ആൻഡ്രൂസച്ചനായിരുന്നു കേട്ടോ ഇരുന്നത്. സിനിമയും കണ്ടിറങ്ങി ഞങ്ങൾ നേരെ മാംഗോ മെഡസിനോട് ടാറ്റയും പറഞ്ഞ് നേരെ പോകുന്നത് കുമരകത്തേക്കാണ്. ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ സ്പീഡ് ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ലിയോൺ ചേട്ടൻ ടീമാണ് പോയത്. അവര് പോയ ഗ്യാപ്പിൽ ഞങ്ങൾ ഒരു ചായയും കടിയും കഴിച്ച് ഞങ്ങളും പോയി സ്പീഡ് ബോട്ടിലേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് സ്പീഡ് ബോട്ടിലേക്ക് ഇങ്ങനെ കയറുന്നത്. അപ്പൊ ഞാൻ വെറുതെ ഉണ്ടാ കൈ നെഞ്ചത്ത് വെച്ചത്, പേടിച്ചിട്ടൊന്നുമല്ല. കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയപ്പോ അങ്ങാടും ഇങ്ങാടും ആയിട്ട് ചെറുതായിട്ട് പുള്ളി ഒന്ന് ചരിച്ച് കളിച്ചേച്ച്. അപ്പൊ ചെറുതായിട്ട് നെഞ്ചൊന്ന് കത്തി. സംഭവം ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ ഒരു കിടിലൻ സൺസെറ്റ് വ്യൂവും കണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഇത്രയും പേരെ കൊണ്ടുപോയത് ആൻഡ്രൂസച്ചനാണ്. ആൻഡ്രൂസച്ചന് ഒരു സ്പെഷ്യൽ താങ്ക് യു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. സമയം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് പെരുമ്പഴപ്പിലെത്തി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ലൈക്ക്, ഷെയർ, ഫോളോ, ബൈ.